ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഇനി എന്നാണ് നമ്മൾ കട വിറ്റ് കാര്യമാക്കുന്നത് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുക. അതായത് നമ്മളിൽ നിന്ന് ഓൾഡ് സ്റ്റോക്ക് അതായത് ഓൾഡ് സ്റ്റോക്കൊന്നും കൊല്ലങ്ങളോളം പഴക്കമുള്ളതെന്ന് ചിലപ്പോൾ മാസങ്ങളോളം പഴക്കമുള്ളതേ ജസ്റ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ 2-3 മാസമായി. അതേപോലെ തന്നെ ഇനി ഒരു 3-4 മാസം കഴിയാതെ ആ വീഡിയോ ചെയ്തിട്ട് അതേപോലെ തന്നെ നമ്മൾ ഇനിയും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുൻകൂട്ടി നിങ്ങളോട് ഞാൻ പറയുകയാണ്. കാരണം എന്താ വെച്ചാൽ ചില ആൾക്കാരുണ്ട് എൻ്റെ കയ്യിൽ സ്ഥിരം വാങ്ങുന്ന കസ്റ്റമേഴ്സ്, അവരെന്താ നിങ്ങൾ പറയാതിരുന്നത്, ഞങ്ങൾക്കത് വേണ്ടിയിരുന്നു അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മുൻകൂട്ടി തന്നെ ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു കട വിറ്റ് കാര്യമാക്കുമെന്ന് പറഞ്ഞിട്ടുള്ള അതും ഞാൻ ഒരാഴ്ച മുൻപേ ഈ വീഡിയോ അപ്ലോഡ് ആക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം ഈ ഒരാഴ്ചൻ്റെ ഇടയിലായിട്ട് നമ്മൾ എന്നാ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്നാണ് നമ്മൾ കട വിറ്റ് കാര്യമാക്കുന്നതെന്നുള്ള സെക്കൻഡ് പാർട്ടിൻ്റെ വീഡിയോ, അതായത് എന്തൊക്കെയാണ് സ്റ്റോക്ക് ക്ലിയറൻസ് നടത്തുന്നതെന്നുള്ളത് നമ്മൾ ആ വീഡിയോയിൽ പറയും. അതായത് ഈ വീഡിയോയിൽ നമ്മൾ ഏത് ദിവസത്തിനുള്ളിൽ ഉണ്ടാവും എന്ന് ഞാൻ പറയുന്നുണ്ട്. കാരണം അത് ഇത്ര ദിവസം വരെ എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനമായിട്ട് കാണാൻ നോക്കുക. അതിന് കൂടെ കുറച്ച് കാര്യങ്ങളും നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ കുറേ മുൻപ്, എനിക്ക് തോന്നുന്നു 1-2 മാസം മുൻപ് ഞാൻ അപ്ലോഡല്ല 2 മാസം 2 മാസമൊക്കെ മുൻപ് ഞാൻ അയച്ചു കൊടുത്തിട്ടുള്ള ഒരു സാധനത്തിൻ്റെ ഇത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ എനിക്ക് അപ്ലോഡ് ആക്കാൻ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചതാണ്. പിന്നെ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടില്ല. ഇപ്പോൾ എനിക്ക് നിങ്ങളോട് കാര്യം പറയണമെന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ പേര് ചോദിക്കാറുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഡാമേജ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഡാമേജ് ആയിട്ടുള്ള മെറ്റീരിയൽസും അല്ലാത്ത മെറ്റീരിയൽസൊക്കെ നമ്മൾ അതിലാണ് വെക്കുന്നത്. അതായത് എന്താ പറയുക, ഈ ഞാൻ പറഞ്ഞല്ലോ സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ അതിലുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു ഗിവ് അവേ വെക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പേരും അഡ്രസ്സും മാത്രം ഇട്ടിട്ട് കാര്യമില്ല, നമ്മളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ഒരു ചോദ്യത്തിന്, കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ഗിവ് അവേ നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു 5-6 മാസം മുൻപ്. അന്ന് ഞാൻ ആ ഗിവ് അവേ നടത്തിയപ്പം കുറേ പേര് കഷ്ടപ്പാട് പറഞ്ഞപ്പോഴൊക്കെ 1-2 അല്ല, വിരലിൽ എണ്ണാവുന്നതിനേക്കാൾ ആൾക്കാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അന്ന് ഈ വാങ്ങിച്ചിട്ടുള്ള ആളുകളൊന്നും ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. വാങ്ങിച്ചിട്ട് എനിക്ക് മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരാൾക്ക് ആർത്താണെങ്കിൽ വെറുതെ കിട്ടിയാൽ പിന്നെ അത് തീരെ ഒരു ഇതില്ലാത്ത പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് അവർ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കുറേശ്ശെ ഇത്തിരിച്ച് വാങ്ങിച്ചിട്ടാണ് വാങ്ങിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെന്തായാലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. അവരെനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, പേഴ്സണലായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട്. നിങ്ങൾ ആരും കുറ്റം പറയുന്നല്ല, നിങ്ങൾക്കത് ചിലപ്പോൾ നെറ്റ് ഉണ്ടാവില്ല കാണാനൊക്കെ അറിയാം. പക്ഷേ നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങളെ നോട്ടിഫിക്കേഷൻ, നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്നൊരു സാധനം ഫ്രീ ആയിട്ട് വാങ്ങിച്ചതല്ല, ഫ്രീ ആയിട്ടൊന്നും ഞാൻ തന്നതല്ല. എത്ര രൂപയുടെ സാധനം നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, പഠിച്ചവനും അറിയാം, ഈ കിട്ടിയ ആൾക്കാർ. അപ്പോൾ അതിൻ്റെ ഒരു നന്ദി എന്ന് പറയുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞത്, എനിക്ക് ചില ആൾക്കാർ എന്നെ നിങ്ങൾ പ്രാർത്ഥിക്കും, നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തുക, അതൊക്കെ ഒന്നും പ്രശ്നമില്ല. പക്ഷേ എന്നോടുള്ളൊരു നന്ദി, അത് എനിക്ക് അത്രയും അയച്ചു തന്നതിലും നന്ദി. ഞാൻ ക്യാഷൊന്നും വാങ്ങിച്ചിട്ടില്ല, ഷിപ്പിംഗ് ചാർജ് പോലും വാങ്ങിച്ചിട്ട് നല്ല മെറ്റീരിയൽസ് ഞാൻ അയച്ചു കൊടുത്തിട്ടുള്ളത്. അത് 1, 2, 20 കൂടുതൽ ഞാൻ എടുത്ത് പറയുന്നില്ല. ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല ഞാൻ ഇങ്ങനെ എല്ലാ മാസവും ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കാര്യം ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ 1-2 മാസമായിട്ടുള്ളൂ ഞാൻ അങ്ങനെ ആ കൊടുക്കലാണ് നിർത്തിയത്. അത് വേറൊന്നുമല്ല, കാരണം എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് സ്ഥിരം പൈസക്ക് വാങ്ങുന്ന സ്ഥിരം കസ്റ്റമേഴ്സാണ് എനിക്ക് വീഡിയോസ് കാണുന്നു, കമൻ്റ് ഇടുന്നതും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുന്നതും. അപ്പോൾ ഞാൻ ഈ വാങ്ങുന്നവരോടൊക്കെ അവർ പറഞ്ഞത്, ഇത്താ ഞങ്ങൾ എന്താ ചെയ്യണത്, നിങ്ങളൊന്നും ചെയ്യേണ്ട, എൻ്റെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫുള്ളായിട്ട് കാണാൻ പറയുന്നേ ഇല്ല, ഒന്ന് കമൻറ്റ് എന്തെങ്കിലും ഒന്ന് ഇടുക, ലൈക്കും ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടിട്ട് ലൈക്ക് ചെയ്യാൻ പോകാമല്ലോ. ആ ലൈക്കിങ്ങനെ തന്നെ എനിക്ക് ചില വീഡിയോസിന് ലൈക്ക് ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്ത അത്ര പകുതി വരെ വരുന്നില്ല. അപ്പോൾ എനിക്ക് അതിൽ മനസ്സിലായിട്ടുണ്ട്, ഇവർക്കൊന്നെങ്കിൽ അവർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാഞ്ഞിട്ടാണോ എന്താണെന്നറിയില്ല. എന്താണെങ്കിലും അവരുടെ കയ്യിൽ എൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും എത്താതിരിക്കില്ലല്ലോ, കാരണം ഞാൻ പോസ്റ്റ് വഴി അയച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് എന്തായാലും എത്താതിരിക്കില്ല. അവർക്ക് എന്നെ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യും. പക്ഷേ ഞാൻ ഈ അയച്ചു കൊടുത്ത ആൾക്കാരുടെ നമ്പറൊന്നും എൻ്റെ കയ്യിലില്ല. പക്ഷേ ഇത് ഞാൻ പറഞ്ഞല്ലോ, പടച്ചോനും എനിക്കും അവർക്കും ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇനി എനിക്ക് സാധനം കിട്ടിയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് കമൻ്റ് ഇടുക, എനിക്ക് ഫ്രീ ആയിട്ട് സാധനത്തെ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കമൻ്റ് ഇടുക. പിന്നെ കൊടുത്ത ആൾക്കാരെന്നെ വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഞാൻ കൊടുക്കാറില്ല. അതിൻ്റേതായിട്ട് തക്കത കാരണങ്ങളുള്ള, എനിക്ക് കൂടി തെളിവ് വിശ്വാസമുള്ള ആൾക്കാർക്ക് മാത്രം അങ്ങനത്തെ ആൾക്കാരുടെ നമ്പർ ഞാൻ തന്നെ സേവ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, എനിക്ക് സ്ഥിരം കസ്റ്റമേഴ്സ്, അതായത് ചില ആളുകളുണ്ട് കേട്ടോ, ഇടാറുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 1-2 പേരെ എനിക്കറിയാം. അവരൊക്കെ സ്ഥിരം എനിക്ക് കമൻ്റ് ഇടുന്ന, എനിക്ക് അവരെ കണ്ടാൽ തന്നെ അറിയാം, അവർ കമൻ്റ് ഇടുന്നുണ്ട്. പിന്നെ അല്ലാതെ ഇനി എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ എനിക്ക് എന്നെ തോന്നിയിട്ടുള്ള ഒരാളുണ്ട്. ആ ആൾക്ക് ഞാൻ ഏതായാലും ഒരു ഗിവ് അവേ ആയിട്ട് ഞാൻ ആൾക്കാരെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എന്നാന്നുള്ളത് ഞാൻ പറയാം. നമുക്ക് ഇനി ഒന്നെങ്കിൽ 10K, ഇപ്പം എനിക്ക് 9K ആവാറായിട്ടുണ്ട്. 10K ഒന്നെങ്കിൽ 10K ആവണം, അല്ലാന്നുണ്ടെങ്കിൽ
നമുക്കൊരു യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് ഏണിങ്സ് കിട്ടുന്ന അതിലായിട്ട് അത് ഞാൻ ആ സ്ഥിരം കസ്റ്റമേഴ്സ്ക്ക് മാറ്റി വെച്ചിട്ടുള്ള ഒരാളാണ്. അത് ഒരാളാണ്, അത് ആരാണെന്ന് ഞാൻ പറയുന്നില്ല, അത് ഒരാളാണ്, അത് ഒരാൾക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഗിവ് അവേ, ഒറ്റൊരാൾക്ക് ഒരു ഗിവ് അവേ ഞാൻ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ബേസ് ആയിട്ട്, അതായത് ഒരു വീഡിയോ നമ്മളൊരു എല്ലാ വീഡിയോ ഞാൻ കാണാൻ പറയില്ല, ഇത്ര ദിവസത്തിനുള്ളിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ എന്തെങ്കിലും ഞാനൊരു ക്ലൂ കൊടുത്തിട്ടുണ്ടാവും കാര്യം. ആ കാര്യം ഏത് വീഡിയോയിലാണെന്നുള്ളത് അവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്കിടാം. വെറുതെ പേരൊന്നും എടുത്തിട്ടില്ലത് പരിപാടി ഞാൻ നിർത്തി എന്ന് പറഞ്ഞാൽ നിർത്തി. കാരണം അതിനുള്ള നന്ദി പോലും ആൾക്കാർ ചെയ്യുന്നില്ല. പൈസ കൊടുത്തിട്ട് വാങ്ങിക്കുന്ന ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്, അവർക്ക് ഇഷ്ടപ്പെടുന്ന അവരെല്ലാം പറയാറുണ്ട്. പക്ഷേ നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ ഒന്നിൻ്റെ വില ഇല്ലാത്ത പോലെയാണ്. കാരണം അവർക്ക് എന്തിനോ വേണ്ടിയിട്ട് കിട്ടിയ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആർക്കും ഞാൻ ഫ്രീ ആയിട്ട് ഇനി കൊടുക്കുന്നില്ല. ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ഒറ്റൊരു വിന്നറിന് മാത്രം അത് നമ്മൾ സെലക്ട് ചെയ്യും, നമ്മൾ നറുക്കെടുത്ത് സെലക്ട് ചെയ്യും. അത് ഞാനൊരു ചോദ്യം ബേസ് ആയിട്ടായിരിക്കും ചോദിക്കുക. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്നെങ്കിൽ 10K അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് യൂട്യൂബ് ഏണിങ്സ് വരുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഇനി കൊടുക്കാനുള്ളത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, സ്റ്റോക്ക് ക്ലിയറൻസ്. അത് ജൂൺ, ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ അപ്ലോഡ് ആകുമ്പോഴത്തേന് എന്തായാലും ജൂൺ 1 ആവും. ജൂൺ 10 തീയതിയുടെ ഉള്ളായിട്ട് ഞാൻ 5 തീയതി കഴിഞ്ഞിട്ടും 10 തീയതിയുടെ ഉള്ളിലായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ആ വീഡിയോൻ്റെ അകത്തായിട്ടായിരിക്കും നമ്മൾ ഈ സ്റ്റോക്ക് ക്ലിയറൻസ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുക. ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഫസ്റ്റ് ആരാണോ എനിക്ക് പേയ്മെൻറ്റ് അടക്കുന്നത് അവർക്കാണ് ഞാൻ കൊടുക്കുക. അപ്പോൾ പേയ്മെൻറ്റ് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്, അല്ല അത് വേണമെന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം എനിക്ക് സ്ഥിരം കസ്റ്റമേഴ്സ് എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് നല്ല എമൗണ്ടിന് തന്നെ എനിക്ക് ബൾക്ക് കസ്റ്റമേഴ്സ് വാങ്ങിച്ചിട്ട് അവർ വാങ്ങിക്കുന്ന ആൾക്കാർ, അവരെൻ്റെ വീഡിയോസ് വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ട്. അത് ഗൾഫിലുള്ളവരൊക്കെ, അവരെ കൊഞ്ചടിക്ക് പൈസ എൻ്റെ നമ്പർ അവർക്ക് അറിയാം ഇതിലോട്ട് ഇടേണ്ടതെന്ന്, അവർ എന്നോട് ചോദിക്കാതെ തന്നെ ഇടുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുൻകൂട്ടി ഞാൻ പറയുന്നത്, പൈസ ഗൂഗിൾ പേയിൽ അപ്പോൾ ഞാൻ എപ്പോഴോ വീഡിയോ ഇടുന്നത് അപ്പോൾ തന്നെ അയക്കുന്നവർക്കാണ് നമ്മൾ മാറ്റി വെക്കുള്ളൂ. കാരണം എൻ്റെ അടുത്ത് അതിനുള്ള സ്റ്റോക്കേ ഉള്ളൂ. ചില ഐറ്റംസൊക്കെ കുറഞ്ഞ സ്റ്റോക്കേ ഉള്ളൂ, ഗിയർ വെയറൊക്കെ കുറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ള എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് സ്റ്റോക്ക് ക്ലിയറൻസിൽ നമ്മൾ പറയാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ തന്നതാണ് എന്നാണായിട്ട് ഇടുക. അപ്പോൾ 5 തീയതിക്ക് ശേഷം ജൂൺ 5 തീയതിക്ക് ശേഷം ജൂൺ 10 തീയതിയുടെ ഉള്ളിലായിട്ട് നമ്മൾ ചിലപ്പോൾ 8 തീയതി ആയിരിക്കും 7 തീയതി ആയിരിക്കും, അതിലേതെങ്കിലുമൊക്കെ ഒരു ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഇടും. ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക, എന്താ വേണ്ടത് വെച്ചാൽ സ്ക്രീൻഷോട്ട് വിടുക. അതിൻ്റെ റേറ്റ് കൂടി ഞാൻ പറയുന്നുണ്ട്, എത്ര പീസാന്നൊക്കെ നിങ്ങൾ എത്ര പീസാന്നൊക്കെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട്, അതുകൊണ്ടാണ് റേറ്റ് പറയുന്നത്. എൻ്റെ അടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കണ്ട. പിന്നെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുമല്ലോ, ഷിപ്പിംഗ് ചാർജ് പിന്നെ നിങ്ങൾ ആഡ് ആക്കിയാലും മതി. അത് നിങ്ങൾ ഇട്ട് തരികയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ കൊടുക്കുക. കാരണം കുറച്ച് സ്റ്റോക്ക് പഴയത് ഐറ്റംസ് സ്റ്റോക്ക് ഉള്ളതുണ്ട്. പഴയതെന്ന് പറയാൻ പറ്റില്ല, എൻ്റെ അടുത്ത് തീരെ ചിലത് എന്താ പറയുക, ഞാൻ തന്നെ നല്ല എമൗണ്ടിൽ വാങ്ങിച്ചിട്ട് അതിൽ 1 രൂപ 2 രൂപ ഓരോ പീസിന്, ചിലതിന് പീസ് റേറ്റാണ് പറയാം, കുറച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത് സ്റ്റോക്ക് ക്ലിയറൻസിൽ. അപ്പോൾ അത് മനസ്സിലായല്ലോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഫ്രീ കിറ്റ് ഇനി നിങ്ങൾ ചോദിക്കേണ്ട ചില ആൾക്കാരുണ്ട്, വീണ്ടും ചോദിച്ചവർ തന്നെ വീണ്ടും ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അവരോട് എനിക്കൊന്നും പറയാനില്ല. കാരണം എന്താ പറയുക, എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല. എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കൊടുത്തിട്ട് തന്നെ വാങ്ങിച്ചവർക്ക് ഉള്ളു പിന്നെ എൻ്റെ വീഡിയോസ് കാണാൻ ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല. പക്ഷേ ആ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാൻ നിങ്ങൾക്ക് ഇത്ര വലിയ പാടുണ്ടോ? എന്നോട് എൻ്റെ കയ്യിൽ നിന്ന് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 300 രൂപയുടെ സാധനമെങ്കിലും ഞാൻ കൊടുക്കാതിരുന്നിട്ടില്ല ആർക്കും. അതിനുള്ള നന്ദിയെങ്കിലും അവർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്കെങ്കിലും കൊടുക്കണ്ടേ? നിങ്ങളെന്നെ പറ, ഈ ക്യാഷ് കൊടുക്കുന്ന നിങ്ങൾ ക്യാഷ് കൊടുത്തിട്ട് നിങ്ങൾ ഇല്ലാത്ത ക്യാഷ് കൊടുത്തിട്ടാണ് നിങ്ങൾ വാങ്ങിക്കുന്നത് അല്ലേ? അപ്പോൾ ഞാൻ ഈ വെറുതെ കൊടുത്തവർക്കൊക്കെ എന്താ പറയുക, ഞാനൊരു എന്താ എനിക്ക് തന്നെ പറയാൻ ഇതില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഓരോരുത്തർ ഫ്രീ ആയിട്ട് ചോദിച്ചുമ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഇല്ലാന്ന് തന്നെ ഞാൻ തീർത്ത് പറയുന്നത്. വേറൊന്നുമില്ല, അതിൻ്റെ നന്ദി പോലും ആരും കാണിക്കുന്നില്ല. കുറച്ച് പേര്, ഒരു വിരലിന് 1 2 3 4 പേര് മാത്രമേ എനിക്ക് കമൻ്റ് ഇടുന്നുള്ളൂ, ലൈക്ക് അടിക്കുന്നുള്ളൂ. അത് പ്രത്യേകം എന്നെ വിളിച്ച് മെസ്സേജ് അയക്കുന്നുള്ളൂ. അല്ലാത്തവർക്കൊന്നും ഇനി അതില്ല. അതിപ്പോൾ ഞാൻ കരുതി വെച്ചതാണ്. കാരണം വെറുതെ തന്നാൽ അതിനെന്താ നമ്മൾ നയിച്ചുണ്ടാക്കുന്ന വിലക്ക് അനുസരിച്ചാവില്ല. നമ്മൾ കുറേ എഫേർട്ട് എടുത്തിട്ടാണ് ഇതിൻ്റെ പുറകെ നടക്കുന്നത്. അല്ലാതെ വെറുതെ അങ്ങനെ ഇങ്ങനെയൊന്നല്ല നമുക്ക് കിട്ടണം. കുറേ ലാഭം വരുമ്പോൾ കുറേ നഷ്ടം അതിൽ വരുന്നുണ്ട്. അതാണ് ഇപ്പോൾ നഷ്ടം വന്നതുകൊണ്ടാണ് നമ്മൾ സ്റ്റോക്ക് ക്ലിയറൻസ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ.